പുല്ലൂർ സ്വദേശിയായ യുവാവിനെതിരെ മംഗളൂരുവിൽ പീഡനക്കേസ് നൽകി ഇയാളെ ജയിലിൽ അടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും IAS വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത്. എല്ലാവർക്കും വിവാഹ വാഗ്ദാനം നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതിയുടെ വലയിൽ കുടുങ്ങി. തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്ന പോലീസുകാരിൽ പലരും വിവരം മറച്ചുവെച്ചു. പുല്ലൂർ സ്വദേശിയായ യുവാവിന്റെ അമ്മയുടെ സ്വർണമാലയും യുവതി തട്ടിയെടുത്തു. ജയിലിലായ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിയെടുത്തത് 5 ലക്ഷം രൂപയാണ്. അതോടെയാണ് ശ്രുതി നടത്തിയ വമ്പൻ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞത്. തൊട്ടുപിന്നാലെ പരാതികളുമായി ഒട്ടനവധി പേർ പോലീസിന് മുൻപിലെത്തി. സ്വന്തം മക്കളെ പോലും ശ്രുതി തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതോടെ കേസിന് ഗൗരവം കൈവന്നു. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 1.5 മാസം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ശ്രുതിയെ ഉടുപ്പിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസിന് വലയിലാക്കാനായത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.